എന്തെന്നറിയാത്ത പ്രലോഭനം അഥവാ അൺനോൺ ടെംപ്റ്റേഷൻ എന്നാണ് XXX ടെൻഡാസിയോൺ എന്ന പേരിന്റെ അർത്ഥം പോലും. വാസ്തവത്തിൽ സംഗീതവും അങ്ങനെ തന്നെയല്ലേ. എന്തെന്നറിയാതെ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരു മാജിക്. കൈപ്പുനീർ നിറഞ്ഞ ബാല്യത്തിലൂടെ കടന്നുപോയി കുറ്റകൃത്യത്തിന്റെ കൗമാരത്തിലായിരുന്നു തൻ്റെ ഉള്ളിലെ അതുല്യ പ്രതിഭയെ, തൻ്റെ ഉള്ളിലെ സംഗീതത്തെ XXX ടെൻഡാസിയോൺ തിരിച്ചറിയുന്നത്. എന്നാൽ കൗമാരത്തിൽ താൻ കാണിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ തെറ്റ് തിരുത്താനുള്ള അവസരം പോലും അദ്ദേഹത്തിന് വിധി നൽകുന്നില്ല. 20ാമത്തെ വയസ്സിൽ ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തെ കുറച്ചുപേർ വെടിവെച്ച് വീഴ്ത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട XXX ടെൻഡാസിയോൺ എന്ന എക്സിൻ്റെ യഥാർത്ഥ കഥയാണ്. ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കഥ എന്നോട് പറയണമെന്ന് കുറച്ച് ഓഡിയൻസ് ആവശ്യപ്പെട്ടതിൽ പിന്നെയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മലയാളികൾക്കിടയിൽ പോലും ധാരാളമായിട്ട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ആ 20 വയസ്സുകാരൻ. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. 1998 ജനുവരി മാസം 23-ാം തീയതി അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് XXX ടെൻഡാസിയോൺ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ജേസെ ഡ്വൈൻ റിക്കാർഡോ ഓൺഫ്രോയ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് ഡ്വൈൻ റിക്കാർഡോ ഓൺഫ്രോയ് എന്ന് പറയുന്നത്. അമ്മയുടെ പേര് ക്ലിയോപാട്ര എറേത്ത എന്നായിരുന്നു. അച്ഛനും അമ്മയും ജമൈക്കൻ വംശജരായിരുന്നു. അതായത് ജമൈക്കയിൽ നിന്ന് കുടിയേറിയ ഒരു കുടുംബത്തിൽപ്പെട്ടതായിരുന്നു XXX ടെൻഡാസിയോൺ എന്ന് പറയുന്നത്. അച്ഛൻ വലിയൊരു സംഗീതപ്രേമിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോബ് മാർലിയുടെ പാട്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശീലം അച്ഛനുണ്ടായിരുന്നു. സോ ജേസെ എന്ന് പറയുന്ന ബോബ് മാർലിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മകന് ജേസെ എന്ന് പേരിടുന്നത്. ഡ്വൈൻ റിക്കാർഡോ ഓൺഫ്രോയ് എന്നുള്ളത് അച്ഛൻ്റെ പേരാണ്. അങ്ങനെ ജേസെ ഡ്വൈൻ റിക്കാർഡോ ഓൺഫ്രോയ് എന്ന് വലിയൊരു പേര് തന്നെ ഈ കുട്ടിക്ക് ലഭിക്കുകയാണ്. എക്സിന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ റസ്താഫാരി എന്ന് പറയുന്ന ഒരു മതവിഭാഗം പിന്തുടരുന്ന ആളുകളായിരുന്നു. റസ്താഫാരി എന്ന് പറയുന്ന ഒരു മതവിഭാഗം വാസ്തവത്തിൽ ബൈബിളിന്റെ ഒരു വേർഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു മതവിഭാഗമാണ്. അവർ ആരാധിക്കുന്നത് ജാ എന്ന് പറയുന്ന ഏകദൈവത്തെയാണ്. ഒരുപാട് മതങ്ങളുണ്ടെന്ന് നമുക്കറിയാം, ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജാ എന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ടതായിരുന്നു എക്സിന്റെ കുടുംബം. ഈ എക്സിന്റെ കുട്ടിക്കാലം അത്ര നല്ലതായിരുന്നില്ല. നമ്മൾ മൈക്കൽ ജാക്സന്റെ കഥയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു എക്സിന്റെ കുട്ടിക്കാലവും. അദ്ദേഹത്തിന്റെ അമ്മയെ മദ്യപിച്ച് വരുന്ന, ലഹരി ഉപയോഗിച്ച് വരുന്ന അച്ഛൻ നിരന്തരമായിട്ട് കുട്ടികളുടെ മുന്നിലിട്ട് മർദ്ദിക്കുകയായിരുന്നു. കുട്ടികളെയും അച്ഛൻ നിരന്തരമായിട്ട് മർദ്ദിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2008 എക്സിന് ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛനെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ അറസ്റ്റ് ചെയ്ത് 9 വർഷത്തേക്ക് ശിക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ഒരുപാട് കുറ്റകൃത്യങ്ങൾ കണ്ടാണ് ഈ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് വേറെ ഒരു കാര്യം പറയാം. കേരളത്തെ ഞെട്ടിച്ച കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നമ്മൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. വായിക്കാൻ സമയമില്ലാത്തവർക്ക് കുക്കു FM-ലൂടെ ഈ പുസ്തകം കേൾക്കാവുന്നതാണ്. സാധാരണ നമ്മളൊരു പുസ്തകം വാങ്ങണമെങ്കിൽ 200-300 രൂപയൊക്കെ കൊടുക്കണ്ടേ. എന്നാൽ കുക്കു FM-ലൂടെ നമ്മുടെ ഓഡിയൻസിന് ദിവസവും 1 രൂപ താഴെ ചിലവിൽ, അതായത് വർഷത്തിൽ വെറും 199 രൂപയ്ക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 50% ഓഫർ കിട്ടാൻ ANTALKS50 എന്ന കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും എക്സിന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കാണേണ്ടി വരുന്നുണ്ട്. അച്ഛൻ കുട്ടികളെ മർദ്ദിക്കുന്നു, അമ്മയെ മർദ്ദിക്കുന്നു. അതുകൂടാതെ ഈ കുട്ടി വളരെ ചെറിയ പ്രായമുള്ള സമയത്ത് തന്നെ അങ്കിളിൻ്റെ മരിച്ച ശരീരം കാണേണ്ടി വരികയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്കിൾ മരിച്ച കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അഴുകിയ രീതിയിലുള്ള മൃതദേഹം ആദ്യമായി കണ്ടെത്തുന്നത് ഈ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അമ്മയെ ഒരിക്കൽ ഒരാൾ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കുട്ടിയുടെ പ്രായം വെറും 6 വയസ്സാണ്. 6 വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ അമ്മയെ മറ്റൊരാൾ ആക്രമിക്കുന്നത് കണ്ടാൽ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും കരയും, ആളുകളെ വിളിച്ചു കൂട്ടാൻ നോക്കും, അല്ലെങ്കിൽ അടുത്ത് പോയിട്ട് ആളെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കും. എന്നാൽ എക്സ് വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, 6 വയസ്സുള്ള സമയത്ത് ചെയ്യുന്നത് കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് അയാളെ കുത്തുക എന്നുള്ളതായിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പകാലത്ത് സംഭവിച്ചിട്ടുള്ള കേട്ടു വളർന്ന കണ്ടു വളർന്ന കാര്യങ്ങൾ കൊണ്ട് ഈ കുട്ടിയുടെ മനസ്സ് വളരെ ചെറുപ്പത്തിൽ തന്നെ കല്ലായിട്ട് മാറുകയാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ് ഈ ചെറിയ ബാലൻ വളർന്നു വരുന്നത്. അച്ഛൻ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായതുകൊണ്ട് ഇദ്ദേഹത്തെയും 3 സഹോദരങ്ങളെയും നോക്കിയിരുന്നത് അമ്മ ജോലിക്ക് പോയിട്ടാണ്. ഈ സമയത്ത് ഈ കുട്ടികളെ വളർത്തിയിരുന്നത് മുത്തശ്ശിയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സിന്റെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ഈ മുത്തശ്ശി വളരെ പെട്ടെന്ന് തിരിച്ചറിയാണ്. ഈ കുട്ടി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, വലുതാവുമ്പോൾ വലിയൊരു ക്രിമിനൽ ആവാൻ സാധ്യതയുണ്ട്, കുടുംബത്തിനും നാടിനും ഒക്കെ ചീത്തപ്പേരാവാൻ സാധ്യതയുണ്ട്, ഇവന്റെ ജീവിതം ഒരുപക്ഷെ
ജയിലിൽ അവസാനിച്ചേക്കാം. അതുകൊണ്ട് ഇവനെ നന്നാക്കണം എന്ന തീരുമാനം ആ മുത്തശ്ശി എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനും ഒരുപാട് യൂത്ത് പ്രോഗ്രാംസിന് കൊണ്ടുപോകാനും എല്ലാം ഈ മുത്തശ്ശി ശ്രമിക്കുകയാണ്. ഈ കുട്ടിയുടെ സ്വഭാവം ചെറുതായിട്ടെങ്കിലും മാറുമെന്ന് ഈ മുത്തശ്ശി കരുതുകയാണ്. എന്നാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുട്ടി ആ സമയത്തും സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. സ്കൂളിൽ എക്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ആരെങ്കിലും കളിയാക്കിയാലോ എന്തെങ്കിലും പറഞ്ഞാലോ ഉടൻ കയറി അടിക്കുക എന്നുള്ളതായിരുന്നു ഈ കുട്ടിയുടെ ഒരു നിലപാട്, ഒരു രീതി. അതായത് അടിക്കുക എന്ന് വെച്ചാൽ ബ്രൂട്ടലായിട്ടുള്ള അടിയാണ്. 6ാമത്തെ വയസ്സിൽ അമ്മയെ ആക്രമിച്ച ആളെ കത്തി ഉപയോഗിച്ച് കുത്തിയ ആളാണ്. അതൊരു ചെറിയ കുട്ടി ചെയ്യുന്ന കാര്യമല്ലല്ലോ. അങ്ങനെയുള്ള സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ ആക്രമിക്കുമ്പോഴോ ചീത്ത പറയുമ്പോഴോ പിണങ്ങുമ്പോഴോ എല്ലാം കുട്ടികളെ മൃഗീയമായിട്ട് അടിക്കുക എന്നുള്ളത് ഇദ്ദേഹം ശീലിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? സ്കൂളുകളിൽ നിന്നെല്ലാം പുറത്താക്കപ്പെടും. ഒരു സ്കൂളിൽ ചേർക്കുന്നു, പുറത്താക്കുന്നു. 2ാമത്തെ സ്കൂളിൽ ചേർക്കുന്നു, പുറത്താക്കുന്നു. 3ാമത്തെ സ്കൂളിൽ ചേർക്കുന്നു, പുറത്താക്കുന്നു. അങ്ങനെ സോഷ്യലി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവം കൊണ്ടാണ് ഈ ചെറിയ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വീട്ടുകാർ കയ്യും കാലും പിടിച്ച് ഓരോ സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കുന്നുണ്ട്. ഈ കുട്ടി പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് മ്യൂസിക്കിലൊരു താല്പര്യം ചെറുതായിട്ട് കാണിച്ചു തുടങ്ങുകയാണ്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആൻറ്റിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു, ഇദ്ദേഹത്തിന് ആൻറ്റിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. മ്യൂസിക്കിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഈ ആക്രമണ സ്വഭാവങ്ങളെല്ലാം മാറാൻ സാധ്യതയുണ്ട്, നല്ലൊരു കുട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. മ്യൂസിക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ചിൻ്റെ കൊയർ ടീമിൽ അംഗമാക്കുകയാണ്. കൂടാതെ സ്കൂളിലെ മ്യൂസിക് ക്ലബിലും ആൻറ്റി നിർബന്ധിച്ച് ചേർക്കുകയാണ്. എന്നാൽ ഇവന് താല്പര്യം സ്വഭാവം നന്നാവും എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ശാസ്ത്രീയ സംഗീതത്തോടോ ലൈറ്റ് മ്യൂസിക്കിനോടോ ഒന്നും ആയിരുന്നില്ല. ഒരു എനർജി കൂട്ടുന്ന രീതിയിലുള്ള ബാസായിട്ടുള്ള റോക്ക് മ്യൂസിക്കുകളായിരുന്നു ഇവനെ വല്ലാതെ ആനന്ദിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് താല്പര്യം ഡ്രംസ് വായിക്കാനും ബാസ് ഗിറ്റാർ വായിക്കാനും ഒക്കെ ആയിരുന്നു. ഇതെല്ലാം ഈ കുട്ടി സ്വയം തന്നെ വായിച്ച് നല്ല രീതിയിൽ സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഈ കുട്ടി അങ്ങനെ വളർന്നു വരികയാണ്. ഏതാണ്ട് 15 വയസ്സുള്ള സമയത്ത് തന്നെ സ്വന്തമായി മ്യൂസിക് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് എബിലിറ്റി വല്ലാതെ വളർന്നു വരികയാണ്. ഏതാണ്ട് 15-16 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ 10ാം ക്ലാസ് ആ ഒരു പ്രായമാണ്. എന്നാൽ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് പരീക്ഷ എഴുതാൻ പോലും സാധിക്കാതെ സ്കൂളിൽ നിന്ന് വീണ്ടും പുറത്താക്കപ്പെടുകയാണ്. പിന്നീട് പഠിക്കാനേ പോകുന്നില്ല. ഈ സമയത്ത് എന്തായാലും 15-16 വയസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിയും ബോധവും സോഷ്യലി ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി വരുന്നൊരു പ്രായമാണ്. ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാവുന്നു, എന്നെ ഇങ്ങനെ പുറത്താക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഈ സൊസൈറ്റിയിൽ ചേർന്ന ഒരാളല്ല, ഞാൻ സോഷ്യലി ജീവിക്കാൻ മിസ്ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇദ്ദേഹം ഇത് തിരിച്ചറിയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് പിന്നീട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ കൈവശം വെക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് മാറുകയാണ്. സോഷ്യലി നല്ല രീതിയിൽ ജീവിക്കുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ആരോടും അടിപിടി ഉണ്ടാക്കാത്ത ആ ഒരു കൂട്ടത്തിലേക്ക് പോവാൻ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇദ്ദേഹത്തിന് ഒരു കംഫോർട്ടബിൾ സോണായിട്ട് ഇങ്ങനെ അക്രമ സ്വഭാവം കാണിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ 15ാമത്തെ വയസ്സിൽ തോക്ക് കൈവശം വെച്ചു എന്ന കുറ്റത്തിന് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. 2013 ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ വർഷം തന്നെ ഇദ്ദേഹം അറസ്റ്റിലാവുന്നതിൻ്റെ തൊട്ട് മുൻപ് ന്യൂസ് ഫ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഗാനം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും തോക്ക് പോലുള്ള മാരകായുധങ്ങൾ ലൈസൻസ് ഒന്നുമില്ലാതെ കയ്യിൽ വെക്കുക എന്നുള്ളത് കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഏതാനും കുറച്ച് മാസങ്ങളിലേക്കാണ് ശിക്ഷിക്കപ്പെട്ട് അയക്കുന്നത്. അവിടെ വെച്ച് ഇദ്ദേഹം സ്കൈ മാസ്ക് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട സ്റ്റോക്ലി ഗോൾബോൺ എന്ന വ്യക്തിയെ പരിചയപ്പെടുകയാണ്. സ്വന്തമായൊരു ടീം ഉണ്ടാക്കി പാട്ടെല്ലാം ചെയ്തിരുന്ന ഇദ്ദേഹവുമായിട്ടുള്ള പരിചയം നമുക്ക് ഒന്നിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പാട്ടുകൾ ഉണ്ടാക്കാം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സ്കൈ മാസ്കുമായി ഇദ്ദേഹം ആദ്യമേ പരിചയത്തിലുണ്ടായിരുന്നു, സ്കൂളിൽ വെച്ച് തന്നെ പരിചയത്തിലുണ്ടായിരുന്നു എന്ന് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നു. എന്തായാലും പാട്ട് ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് ഈ രണ്ടുപേരും എത്തിച്ചേരുന്നത് ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു. സാധാരണ മ്യൂസിക്കിൽ നിന്ന് മാറി ഒരു ഫ്രീ സ്റ്റൈൽ റാപ്പ് മ്യൂസിക് ചെയ്യാമെന്നായിരുന്നു ഇരുവരും തീരുമാനത്തിലെത്തിയത്. 2014 രണ്ടുപേരും ജയിൽ മോചിതരായി, ജുവനൈൽ ഡിറ്റൻഷൻ സെന്റർ മോചിതരായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇവർ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു മൈക്രോഫോണും ഒരു റെക്കോർഡിംഗ് മൈക്കും എല്ലാം മേടിക്കുക എന്നുള്ളതായിരുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ എക്സ് സ്വന്തമായിട്ട് പാട്ട് ചെയ്യുന്നുണ്ട്. 2014 ഇദ്ദേഹം വൈസിറ്റി എന്ന പേരുള്ള ഒരു ഗാനം സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുകയാണ്. സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പാട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സ്കൈ മാസ്ക് സ്വന്തമായി വെരി റെയർ എന്നൊരു ടീം നടത്തിയിരുന്നു. ഒരു പാട്ടിന് വേണ്ടിയുള്ള ഒരു ടീമായിരുന്നു. അതിൽ സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ആളുകളുണ്ട്, പാടുന്ന ആളുകളുണ്ട്, മ്യൂസിക് ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു മ്യൂസിക് ടീം തന്നെ ഇദ്ദേഹം സെറ്റ് ചെയ്തിരുന്നു. എക്സും ഈ ടീമിൻ്റെ ഭാഗമാവുകയാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് പിന്നീട് ഒരുപാട് പാട്ടുകൾ പുറത്തേക്ക് ഇറക്കുകയാണ്. എല്ലാം ഓരോന്നായിട്ട് ഹിറ്റാവുകയാണ്.
ഫ്രെഡി വേഴ്സസ് ജാസൺ, GDX ഡാം, ട്രസ്റ്റ് നോബഡി, സോഡിയ കില്ലേഴ്സ് തുടങ്ങിയ പാട്ടുകൾ ഹിറ്റുകളായി പിന്നീട് പിറക്കുകയാണ്. 2014 എക്സ് സ്വന്തമായി ഒരു എക്സ്റ്റെൻഡഡ് പ്ലേ നിർമ്മിക്കുന്നുണ്ട്. ദ ഫോൾ എന്നായിരുന്നു അതിൻ്റെ പേര്. നമ്മൾ ആൽബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പാട്ടുകൾ ഉള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ ആൽബം എന്ന് പറയുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു പാട്ടുള്ളതിനെ സിംഗിൾസ് എന്നും പറയാറുണ്ട്. എന്നാൽ എക്സ്റ്റെൻഡഡ് പ്ലേയിൽ ഒരു പാട്ടല്ല, എന്നാൽ ഒരു ആൽബത്തിന് വേണ്ട എണ്ണം പാട്ടുകളും ഇല്ല. അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡഡ് പ്ലേ എന്നാണ് ഇതിനെ വിളിക്കുക. ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് പ്ലേ ഇദ്ദേഹം ഇറക്കുന്നു എന്ന് മാത്രമല്ല, സൗണ്ട് ക്ലൗഡിൽ വലിയ രീതിയിൽ തന്നെ അതെല്ലാം ഹിറ്റ് ആവുകയാണ്. 2014, 2015 എന്ന് പറയുന്ന വർഷമൊക്കെ നമുക്കറിയാം യൂട്യൂബ് ഒക്കെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സമയമാണ്. 2015 XXX ടെൻഡാസിയോൺ എന്ന പേരിൽ തന്നെ ഇദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹത്തിൻ്റെ സംഗീതം മാത്രമായിരുന്നില്ല. നമുക്കറിയാം 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്, കുട്ടിയെന്ന് തന്നെ പറയാമല്ലേ, പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഗെയിമിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, തൻ്റെ സംഗീതവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. 2015 തന്നെ ലുക്ക് അറ്റ് മീ എന്ന് പറയുന്ന ഒരു ഗാനം ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു റാപ്പ് മ്യൂസിക്കിൽ ഇദ്ദേഹം ഉണ്ടാക്കുകയാണ്. ഇത് ബില്ലി ബോർഡ് റെക്കോർഡ് ചാർട്ടിലാണ് ഇടം പിടിക്കുന്നത്. ഈ ബില്ലി ബോർഡ് റെക്കോർഡ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിനെ ട്രെൻഡിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ സമയത്ത് ആ ഒരു സീസണിൽ ഏറ്റവും കത്തി നിൽക്കുന്ന പാട്ടുകാരാണ്, അവരുടെ പാട്ട് ഏതാണ് തുടങ്ങിയവ കാണിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ ലോകോത്തര സംഗീതജ്ഞന്മാരുടെ ഇടയിൽ ഇദ്ദേഹവും സ്ഥാനം നേടുകയാണ്. ആ ഒരു കാര്യത്തോടെ വ്യാപകമായ രീതിയിൽ ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയാണ്. പക്ഷേ ആ സമയത്തും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്തും തൻ്റെ സ്വഭാവം കുറച്ചുകൂടെ നന്നാക്കാൻ, ഈ ആക്രമണ സ്വഭാവം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം, അതായത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ പല സമയത്തും ഉണ്ടാവുന്നുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ 2016 മാരകായുധങ്ങൾ ഉപയോഗിച്ച് കവർച്ച നടത്തിയെന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്, ജയിലിലേക്ക് അയക്കപ്പെടുകയാണ്. എന്നാൽ ആ സമയമായപ്പോഴേക്കും ഇദ്ദേഹം വല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടാവുന്നുണ്ട്, ഭാവിയുടെ ഒരു വാഗ്ദാനമാണ് എന്ന് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കറുത്ത വശം മീഡിയാസ് നല്ല രീതിയിൽ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. 17 വയസ്സുള്ള ഒരാളല്ലേ, നന്നാവാൻ സാധ്യതയുണ്ട്. സ്വഭാവം നന്നായി കഴിഞ്ഞാൽ വലിയൊരു സംഗീതജ്ഞൻ തന്നെയാവും, അത് വലിയൊരു ബിസിനസ് ആവാനും സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി ഇദ്ദേഹം ജയിലിലിരിക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വലിയ വലിയ കമ്പനികൾ എത്തുകയാണ്. 6 അക്ക കോൺട്രാക്റ്റുകളാണ് ഇദ്ദേഹത്തെ തേടി ജയിലിലേക്ക് എത്തുന്നത്. 6 അക്കം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് അല്ല, അമേരിക്കൻ ഡോളേഴ്സ് ആണ്. ലക്ഷക്കണക്കിന് US$ കരാറുകൾ ജയിലിൽ വെച്ച് ഇദ്ദേഹം ഒപ്പിടുകയാണ്. ഇതേ ജയിലിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ എല്ലാം നോക്കാൻ വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഒരു മാനേജറെയും ഇദ്ദേഹം തന്നെ കണ്ടെത്തുന്നുണ്ട്. എന്തായാലും അധിക കാലമൊന്നും ഇദ്ദേഹം ജയിലിൽ കിടക്കുന്നില്ല. 2016 അറസ്റ്റിലായ ഇദ്ദേഹം 2017 $10,000 നഷ്ടപരിഹാരമായിട്ട് കൊടുത്ത് പിഴ ചുമത്തപ്പെട്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. ലക്ഷക്കണക്കിന് US$ കരാർ ജയിലിൽ വെച്ച് ഒപ്പിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് $10,000 എന്ന് പറയുന്നത് ഒരു സംഖ്യ പോലും അല്ലായിരുന്നു. ഇദ്ദേഹം പുറത്തിറങ്ങി 3 പാട്ടുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. ഈ 3 പാട്ടുകളും വലിയൊരു ഹിറ്റായിട്ട് മാറുകയാണ്. എക്സിന്റെ പേരും പ്രശസ്തിയും വലിയ രീതിയിൽ ഉയർന്നു വരികയാണ്. കേരളത്തിൽ പോലും അദ്ദേഹത്തിന് ആരാധകരുണ്ടായി മാറുകയാണ്. പക്ഷേ ഒരു പ്രശ്നം, ഇദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അടി എന്നുള്ള സ്വഭാവം മാറ്റുന്നില്ല. ഇദ്ദേഹം സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആരാധകർ സ്റ്റേജിലേക്ക് കയറി വരും. ഇദ്ദേഹം ആരാധകരുടെ മുഖത്തിടിക്കുക, അവരെ പിടിച്ച് തള്ളുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തോട് ഇത്രയും വലിയ പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്തും ഇദ്ദേഹത്തോട് ആരെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കയറി അടിക്കുക എന്നുള്ളത് ഇദ്ദേഹം കാണിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. സാധാരണ രീതിയിൽ മീഡിയാസ് എപ്പോഴും നോക്കി നിൽക്കുന്ന ആളുകളാണ് സെലിബ്രിറ്റികൾ. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ഇനിയിപ്പോൾ തഞ്ചത്തിൽ കിട്ടിയ 2 കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ക്യാമറ ഇത്രയും നോക്കി നിൽക്കുന്ന സമയത്ത് ആളുകളെ അടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ കാര്യം പോലും ഇദ്ദേഹം ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞത് മാറ്റി നിർത്തിക്കൊണ്ടുപോയി 2 പൊട്ടിക്കണം എന്നല്ല, പക്ഷേ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ക്യാമറയെ വല്ലാതെ ഭയപ്പെടാറുണ്ട്. പക്ഷെ ആ സ്വഭാവം ഒന്നും ഇദ്ദേഹത്തിനില്ല. എന്ത് തോന്നുന്നു അത് അപ്പം തന്നെ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തി വർദ്ധിക്കുന്നുണ്ട്, അതുപോലെ കുപ്രസിദ്ധിയും വർദ്ധിച്ചു വരികയാണ്. മീഡിയാസിന് എപ്പോഴും താല്പര്യം ഈ നെഗറ്റീവ് വശങ്ങൾ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുന്നതിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ രൂപവും അങ്ങനെ തന്നെയായിരുന്നു. പച്ച കുത്തുക, മുടി മുഴുവൻ കളർ ചെയ്യുക, ഒരു റാപ്പറെ പോലെ നടക്കുക, എല്ലാത്തിനെയും നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കറുത്ത വശം കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ
മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഏതാണ്ട് 20 വയസ്സ് മാത്രം പ്രായമുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം വരുന്ന ഒരു പ്രായമായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തോട് ക്ഷമിക്കാനോ അദ്ദേഹത്തെ നന്നാക്കാനുള്ള ശ്രമങ്ങളല്ല സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഒരുപാട് ട്രോമകൾ ചെറുപ്പത്തിൽ അനുഭവിച്ച, അതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന സ്വഭാവം കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത, അത് സത്യമാണ്, ഒരുപാട് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. എങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതം കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവുകയാണ്. 2018 പക്ഷേ സ്വിച്ച് ഇട്ടതുപോലെ ഈ കഥ അവസാനിക്കുകയാണ്. എന്നോട് ചോദിച്ചത് കൊണ്ടോ പറഞ്ഞതുകൊണ്ടോ ഈ കഥ ഇങ്ങനെ നിർത്തിയത് കൊണ്ടോ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ കഥ അവസാനിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. 2018 ജൂൺ 18 ഫ്ലോറിഡയിലെ ഡീർഫീൽഡ് ബീച്ചിൽ ഒരു മോട്ടോർ സൈക്കിൾ ഡീലർഷിപ്പിന് സമീപം അദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. പിന്നീടുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് അദ്ദേഹത്തോട് യാതൊരു വിരോധവുമില്ലാതിരുന്ന, വെറും പണത്തിന് വേണ്ടി കവർച്ച നടത്തുന്ന ആളുകൾ നടത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇതെന്നാണ്. അവർക്ക് മനസ്സിലായില്ല ഇത് ലോക ഫേമസ് ആയിട്ടുള്ള, നാളെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് ഉയർന്നു വരേണ്ടിയിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു എന്ന്. $50,000 കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തെ കവർച്ചയ്ക്ക് വേണ്ടി ഒരു 4 അംഗ സംഘം വന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ 4 പേരെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. പരോൾ ലഭിക്കാത്ത വിധം ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണം എന്നതായിരുന്നു അവർക്ക് വിധിക്കപ്പെട്ട ശിക്ഷ. ശിക്ഷ എന്ത് ലഭിച്ചാലും XXX ടെൻഡാസിയോൺ എന്ന് പറയുന്ന ലോകമെമ്പാടും ആരാധകരുള്ള, കേരളത്തിൽ പോലും ധാരാളം ആരാധകരുള്ള ആ വ്യക്തിയുടെ ജീവിതം അതോടെ അവസാനിക്കുകയാണ്. തെറ്റ് തിരുത്താനുള്ള അവസരം പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിരുന്നില്ല ഈ മരണപ്പെടുന്ന സമയത്ത് എന്നത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. എക്സിന്റെ അവസാന ജീവിതകാലം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും സംഗീതവും അദ്ദേഹത്തിന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു എന്നും, അത് എൻ്റെ ഈ മോശപ്പെട്ട ക്രിമിനൽ സ്വഭാവമുള്ള ജീവിതത്തിൽ നിന്ന് എന്നെ വല്ലാതെ മാറ്റി ചലിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുവിധം നന്നായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ചെയ്യാത്ത കുറ്റത്തിന്, ചെയ്യാത്ത തെറ്റിന്, ആരോടും ഒന്നും ചെയ്യാതെ ഒരു സാധാരണ വ്യക്തിയായി കയ്യിൽ പണവുമായി നിന്ന സമയത്ത് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ XXX ടെൻഡാസിയോൺ എന്ന പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ്, എൻ്റെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിൽ നിന്നാണ്. അദ്ദേഹത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട് എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥ ഞാനൊന്ന് പഠിക്കുകയായിരുന്നു. ഇത് പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് പറയേണ്ട ഒരു കഥ തന്നെയാണ്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം അവന്റെ ചെറുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്നു എന്നത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാൻ ഈ കഥ ഗുണം ചെയ്യും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ കഥ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടെൻഡാസിയോന്റെ ചെറുപ്പത്തിൽ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നതായിട്ടും അച്ഛൻ ആ കുട്ടികളെ മർദ്ദിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് സെക്ഷലി അബ്യൂസ് പല സമയത്തും നേരിടേണ്ടി വന്നതായിട്ടും അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നേരിട്ട പ്രശ്നങ്ങളുടെ ഒരു പ്രതിധ്വനി നമുക്ക് കാണാനും പറ്റുന്നതാണ്. എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും നല്ല കമൻറ്റുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലെ ഏറ്റവും നല്ല കമൻറ്റുകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗം കാണിക്കുന്നതാണ്. പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞതുപോലെ കുക്കു FM സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.